ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ? നികുതി വർധന ഉണ്ടാകുമോ? പുതിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകും? UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെ പ്രതീക്ഷകളും ആശങ്കകളുമായി കാത്തിരിക്കുകയാണ് കേരള ജനത. ഒരു സമ്പൂർണ്ണ ബജറ്റ് ആയിരിക്കില്ല നാളെ അവതരിപ്പിക്കുന്നത്. മറിച്ച് ഇക്കഴിഞ്ഞ LDF സർക്കാർ അവസാന നാളിൽ അവതരിപ്പിച്ച ബജറ്റിൽ തിരുത്തൽ വരുത്തുക മാത്രമേ ചെയ്യാനാകൂ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ധനമന്ത്രി കൂടിയായ സതീശൻ തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. R ശങ്കരനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി സതീശൻ മാറും. ഏറെ പ്രതിസന്ധികൾക്കിടയിലാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം കഴിഞ്ഞ മാസമാണ് സർക്കാർ പുറത്തുവിട്ടത്. സാമ്പത്തിക സ്ഥിതി ഗുരുതരമെന്നാണ് ഇതിൽ പറയുന്നത്. അതിനാൽ പ്രതിസന്ധി മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെ ബജറ്റിൽ കാണുമെന്ന ആകാംക്ഷയുണ്ട്. സതീശന്റെ വിസ്മയത്തിനായി കാത്തിരിക്കുകയാണ് കേരളം. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ കൂടുതൽ ഇനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾ, വികസന കാഴ്ചപ്പാട് എന്നിവയൊക്കെ പ്രതിഫലിക്കുന്നതാകും ബജറ്റ്. ഇന്ധനവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ അധിക നികുതി വേണ്ടെന്ന് വെച്ച് വില കുറയ്ക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. എന്നാൽ അതിനായി അധിക നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ല. പകരം നിലവിലെ നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കും. നികുതി ചോർച്ച തടയുകയാണ് പ്രധാന ലക്ഷ്യം. ഇക്കാര്യം വളരെ മുൻപ് തന്നെ സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. ഒപ്പം ചെലവ് ചുരുക്കലും വന്നേക്കാം. സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിൽ വർധന ഉണ്ടായാൽ മാത്രമേ ഇന്ദിരാ ഗ്യാരണ്ടികൾ ഉൾപ്പെടെ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയൂ. കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൂടാനുള്ള സാധ്യതയില്ല. അത് കണക്കിലെടുത്ത് വേണം ബജറ്റ് അവതരിപ്പിക്കാൻ. മുൻ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് കിട്ടുമെന്ന മനക്കോട്ട കെട്ടി 35,000 കോടിയുടെ പ്ലാൻ പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ 20,000 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. സാമൂഹിക ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് UDFന്റെ വാഗ്ദാനം. ആദ്യ ബജറ്റിൽ നാമമാത്രമായെങ്കിലും വർധന വരുത്തുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക ഒരു ഗഡു മുൻകാല പ്രാബല്യത്തോടെ നൽകാൻ നടപടി ഉണ്ടായേക്കും. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്ന പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകില്ല. ധവളപത്രത്തിൽ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള ശുപാർശകളൊന്നും ആദ്യ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ജീവനക്കാർക്കായി LDF സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതിയുമായി UDF മുന്നോട്ടു പോകില്ല. പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരുത്താനാണ് നീക്കം. പങ്കാളിത്ത പെൻഷൻ ഫണ്ടിലേക്കുള്ള പ്രതിമാസ സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ 10% നിന്ന് 14% ഉയർത്തും. ഇത് ജീവനക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. എന്നാൽ ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന അധിക ചെലവിന് പണം കണ്ടെത്തേണ്ടി വരും. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച പല സാമൂഹിക ക്ഷേമ പദ്ധതികളും പിണറായി സർക്കാർ നിർത്തലാക്കിയിരുന്നു. അതൊക്കെ പുനരാരംഭിക്കാൻ UDF നടപടി കൈക്കൊണ്ടേക്കും. അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പണിപ്പുരയിലാണ് ധനമന്ത്രി. കഴിഞ്ഞ 2 ആഴ്ചയായി വിവിധ മേഖലകളിലുള്ളവരുമായും സാമ്പത്തിക വിദഗ്ധരുമായും ചർച്ചകൾ നടന്നു വരികയാണ്. എന്തായാലും പുതിയ UDF സർക്കാരിന്റെ വികസന സാമ്പത്തിക നയം എന്തെന്ന് നാളത്തെ ബജറ്റിലൂടെ വ്യക്തമാകും.